ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നെപ്പൂസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചക്ക കൊണ്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ചക്കയുടെ സീസൺ ആണല്ലോ, അപ്പോൾ നമുക്ക് ചക്ക കൊണ്ട് ഒരു വെറൈറ്റി പരിചയപ്പെടാം. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. ഞാനിവിടെ ഒരു ചക്ക കൊത്തി വെച്ചിട്ടുണ്ട്. ചക്കയുടെ എന്താ പറയുക, പാകം എന്ന് വെച്ചാൽ മൂത്ത ചക്കയാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത്. പഴുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പിലത്തെ സ്റ്റേജിലുള്ള ചക്കയാണ് വേണ്ടത്. അപ്പോൾ അത് ഇതുപോലെ കുരു വേറെയും ചുള വേറെയും ആക്കി എടുക്കണം. അപ്പോൾ കുരുവിൻ്റെ ആ മേലത്തെ തോല് മാത്രം കളഞ്ഞാൽ മതി. ഇതാ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്തെടുത്താൽ മതി. കുരുവൊക്കെ നമ്മൾ രണ്ടായിട്ട് പീസാക്കി തോലൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. കുക്കറിൻ്റെ അടിയിൽ കുരു ഇട്ടതിന് ശേഷം അതിൻ്റെ മേലെ ചുള ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ചുള നന്നായിട്ട് കട്ട് ചെയ്തെടുക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്താൽ മതി. കൈ കൊണ്ട് തന്നെ പിച്ചിട്ടാൽ മതി. ചക്ക മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ അതിൻ്റെ അളവ് പറയുന്നില്ല, കാരണം നിങ്ങൾ എടുക്കുന്ന ചക്കയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഒരു പാട്ട വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് വെന്തതിന് ശേഷം വെള്ളം ഇതിലുണ്ടെങ്കിൽ അത് ഊറ്റിക്കളഞ്ഞാൽ മതി. ഇതിലേക്ക് നമ്മൾ എരിവിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ്. കാന്താരി ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ ഒരു 3 പച്ചമുളക് നടുവേ കീറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് ഇത് കുക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇത് കുക്ക് ചെയ്യുന്ന സമയം ഒരു 3 വിസിൽ വരെയാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ചില കുക്കറിൻ്റെയും ചക്കയുടെ ഒക്കെ മാറ്റം അനുസരിച്ചിട്ട് ചിലപ്പോൾ വേവ് കൂടുകയും കുറയൊക്കെ ചെയ്യും. അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ ഇതാ ഞാനൊരു 3 വിസിലടിഞ്ഞ് ആവിയൊക്കെ പോയതിന് ശേഷം കുക്കർ ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ ചക്കയും കുരുവൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് തുറന്ന സമയത്ത് ഇതിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് ഊറ്റിക്കളയണം. എന്നിട്ടിത് നന്നായിട്ട് ഉടച്ചെടുക്കാം. ഇത് നന്നായിട്ട് ഉടച്ചെടുത്ത ശേഷം നമുക്കിതൊന്ന് വറവിട്ട് കൊടുക്കണം. ഞാൻ വറവിടാൻ വേണ്ടി ഒരു പാത്രത്തിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കുന്നതാണ് നല്ലത്, അപ്പോൾ അതിന് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. നന്നായിട്ട് ചൂടായതിന് ശേഷം 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടിയാൽ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഉഴുന്നിൻ്റെ ഫ്ലേവർ ഓവർ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് അളവ് കുറക്കാവുന്നതാണ്. പിന്നെ ഒരു വെളുത്തുള്ളി മുഴുവനും ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം. ചതച്ചിട്ട് തന്നെ ചേർക്കുന്നതാണ് ടേസ്റ്റ്. പിന്നെ ഒരു 3 വറ്റൽമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിടി കറിവേപ്പിലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉടച്ച് വെച്ചിട്ടുള്ള ചക്ക ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ, ഞാൻ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ തന്നെ ഉടച്ചെടുക്കുകയാണെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചക്ക മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം ഒന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ടൊരു 5-10 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം.
അപ്പോൾ ഇത്രേ പണിയുള്ളൂ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഇതുവരെ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കണം. ചക്ക ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ പോലും ഇതൊരു തവണ കഴിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും നിങ്ങളിത് ഉണ്ടാക്കി കഴിക്കും. നല്ല ടേസ്റ്റാണ്. ഒരു കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.